allusfamന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാൽഗോവയും കൊണ്ടാണ്. യെസ്, കഴിഞ്ഞ ദിവസം ഞാനൊരു പച്ചമാങ്ങ മുട്ടായി ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ കുറേ ആളൊക്കെ പരീക്ഷിച്ചു, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് അഭിപ്രായം വന്ന് പറഞ്ഞതിന്. ഇവിടെ ഭയങ്കര കോഴിശല്യം. ഇന്ന് ഞാനൊരു പാൽഗോവയും കൊണ്ടാണ് വന്നത്. നമ്മുടെ നാട്ടിൽ അതിന് പുല്ലുമുട്ടായി എന്നൊക്കെ പറയും. ഈ വെള്ള കളറുള്ള കടയിലൊക്കെ കിട്ടും, കവറിലൊക്കെ പൊതിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അത് ഉണ്ടാക്കാൻ വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഈ 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മിഠായിയാണ്. ഞാൻ അധികവും പരീക്ഷിക്കാറ് അല്ലുവിന് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ആണ്. ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് കൂടി പറഞ്ഞുതരാം, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കൂടി പറഞ്ഞുതരാമെന്ന് വിചാരിക്കുകയാണ്. സോ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടന്നാലോ. ഈ പാൽഗോവ ഉണ്ടാക്കാൻ ആദ്യം തന്നെ വേണ്ടത് മൈദയാണ്. ഞാനിവിടെ 3/4 കപ്പ് മൈദയാണ് എടുത്തത്. അടുത്തത് വേണ്ടത് പഞ്ചസാരയാണ്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് വേണ്ടത്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2 ഏലക്കായും കൂടി പൊടിച്ചെടുത്തിട്ട് വച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് പശുവിൻ നെയ്യാണ്. ഞാനിവിടെ 1/4 കപ്പ് പശുവിൻ നെയ്യാണ് എടുത്തത്. പിന്നെ ഞാൻ കുറച്ച് കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇത് വേണമെങ്കിൽ എടുത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് കടല എടുക്കാം, നിലക്കടല എടുക്കാം, അല്ലെങ്കിൽ പിസ്ത എടുക്കാം. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ എടുത്തതാണ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. ചൂടായതിന് ശേഷം നേരത്തെ എടുത്ത് വെച്ച 1/4 കപ്പ് നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ കൈയെടുക്കാതെ ഇളക്കണേ. നല്ലപോലെ ഇളക്കണം, കരിഞ്ഞു പോരുത്. മൈദ ആയതുകൊണ്ട് വേഗം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഒരു 8-10 മിനിറ്റോളം കരിഞ്ഞു പോവാതെ കൈയെടുക്കാതെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത് ആവുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോഴത്തേക്ക് മൈദയുടെ ഒരു സ്മെല്ലൊക്കെ മാറിക്കിട്ടും. അതിനുശേഷം ഇതൊന്ന് തണിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. യെസ്, കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പം ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാരയില്ലേ, അത് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം. ഈ ഒരു പരുവത്തിലാവുന്നവരെ, നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നവരെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണേ. അതിനുശേഷം ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് പുരട്ടി വെക്കുക. പിന്നെ നമ്മൾ കുഴച്ച് വെച്ചത് ചെറിയ ഉരുളകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പം എൻ്റെ ഉരുളകളൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ ഭംഗിക്ക് വേണമെങ്കിൽ മാത്രം നമുക്ക് കാഷ്യൂ നട്ടോ അല്ലെങ്കിൽ നിലക്കടലയോ അങ്ങനെയൊക്കെ വെച്ച് കൊടുക്കാം. ഇതൊന്നും ആവശ്യമുള്ള സംഭവമൊന്നുമല്ല. ഇത് മാത്രം മതി. കാഷ്യൂ നട്ടിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. പക്ഷേ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഉള്ളത് കൊണ്ട്. സോ ഈ ഒരു സംഭവം കാഷ്യൂ നട്ടൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റിനൊരു വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഇനി നമുക്കിതെന്ത് ചെയ്യാം, ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രീസറിൽ വെക്കണ്ട, താഴേക്ക് വെച്ചാൽ മതി. ഓക്കെ, ഒരു 1 അവറിന് ശേഷം നമ്മളെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി കഴിക്കേ വേണ്ടും. വളരെ ടേസ്റ്റിയാണ്, സൂപ്പറാണ്, വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന കണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മിഠായിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഒക്കെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക് മാത്രം ചെയ്താൽ പോരാ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.